സംസ്ഥാന ബജറ്റിനെതിരെ സമരവുമായി കോൺഗ്രസ്. ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനും എതിരെ ഈ മാസം 19-ാം തീയതി വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്താൻ തീരുമാനമായി. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വേഗം പറഞ്ഞോളൂ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറാകുന്നു. SKN ഈ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിലെ പലതും ജനദ്രോഹ തീരുമാനങ്ങളാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ ഈ എതിർപ്പിൻ്റെ കാരണം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. ഫെബ്രുവരി 19-ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരത്തിനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിലും ധർണ നടത്തണം എന്ന് ഇപ്പോൾ KPCC തീരുമാനിച്ചിട്ടുണ്ട്. അത് പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഭൂനികുതി വർധനവാണ്. ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതോടുകൂടി പഞ്ചായത്തുകളിൽ സാധാരണക്കാർക്ക് 500 രൂപയിലധികം ഭാരം വരുന്നുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ 1250 രൂപയിലധികം ഒരു സാധാരണക്കാരന്, സാധാരണ മാത്രം ഭൂമിയുള്ള ആൾക്ക് അത്തരത്തിൽ ഭാരം വരുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭൂനികുതി വർധനവ് ഏർപ്പെടുത്തിയ തീരുമാനം പിൻവലിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ ഭൂനികുതിക്കൊപ്പം വൈദ്യുതി നിരക്കും വെള്ളക്കരവും കെട്ടിട നികുതിയും ഒക്കെ നേരത്തെ തന്നെ കൂട്ടിയിരുന്നു. അതിന് പിന്നാലെ കിഫ്ബിയിലും ടോൾ പിരിവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ജനദ്രോഹ തീരുമാനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയാണ് സമരമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് ബജറ്റിൽ ഇല്ലാത്തതും കോൺഗ്രസിന്റെ പ്രതിഷേധ കാരണമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകി.